സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാള സിനിമയിൽ ചില കൂട്ടുകെട്ടുകളുണ്ട്. എത്ര സിനിമകൾ മോശമായാലും ആ കൂട്ടുകെട്ടിൽ പിറക്കുന്ന അടുത്ത ചിത്രങ്ങൾക്കായി നമ്മൾ കാത്തിരിക്കും. അത്തരമൊരു കൂട്ടുകെട്ടാണ് മമ്മൂട്ടി രഞ്ജിത്ത് ടീം. ഇരുവരും അവസാനം ഒന്നിച്ച കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന ചിത്രം പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിരുന്നു. എങ്കിലും പുത്തമ്പണവുമായി ഇരുവരും എത്തിയപ്പോഴും പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ വാനോളമായിരുന്നു. പുത്തപ്പണം കാസർഗോഡ് കുമ്പള സ്വദേശിയായ ഗോവയിൽ സെറ്റിൽഡായ ഒരു കള്ളക്കടത്തുകാരനായ നിത്യാനന്ദ ഷേണയുടെ കഥ പറയുന്നു. നോട്ട് നിരോധന സമയത്ത് പുത്തമ്പണത്തിനായി ഓടിയ സാഹചര്യവും സിനിമയുടെ ആദ്യ പകുതിയിൽ രസകരമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഇതാണ് സ്ഥിരം കള്ളക്കടത്ത് സിനിമയിലെ ക്ലീശയിൽ നിന്നും പുത്തമ്പണത്തെ വ്യത്യസ്തമാക്കുന്നത്. രഞ്ജിത്തിന് തന്നെ ഇന്ത്യൻ റുപ്പിയോട് സാമ്യമുള്ള പ്രമേയമാണെങ്കിലും അവതരണത്തിൽ പുത്തൻ ഭാഷ്യം നൽകാൻ പുത്തമ്പണത്തിന് സാധിച്ചു. കഥയുടെ സീരിയസ് സ്വഭാവം ചോരാതെ പല കാര്യങ്ങളും പറയുവാൻ രഞ്ജിത്തിനായി. ആദ്യ പകുതിയിലെ നർമ്മരംഗങ്ങളും മികച്ചു നിന്നു. രണ്ടാം പകുതിയിൽ അങ്ങിങ്ങായി ചിലയിടത്ത് ചെറിയ പാളിച്ചകൾ ഉണ്ടായിരുന്നെങ്കിലും മമ്മൂട്ടിയുടെ പെർഫോമൻസും ഡയലോഗുകളും കൊണ്ട് അത് മറികടക്കാൻ രഞ്ജിത്തിനായി. ഭാഷോപയോഗത്തിൽ എന്നും മുമ്പിൽ തന്നെയാണ് മമ്മൂട്ടി എന്ന നടൻ. ഭാഷ കൈകാര്യം ചെയ്യുന്നതിലുള്ള തൻ്റെ നൈപുണ്യത ഒരിക്കൽ കൂടി മമ്മൂട്ടി തെളിയിച്ചു. മൊത്തത്തിൽ പ്രേക്ഷകനെ രസിപ്പിക്കുന്ന ആദ്യ പകുതിയും കഥാപരമായി മികച്ചു നിന്ന രണ്ടാം പകുതിയും അതാണ് പുത്തമ്പണം. ചിത്രത്തിന് മികച്ച ക്ലൈമാക്സ് നൽകാനും രഞ്ജിത്തിനായി. ആനുകാലിക പ്രസക്തിയുള്ള സിനിമ എന്ന നിലയിലും പ്രകടന തിളക്കത്തിൽ തിളങ്ങുന്ന സിനിമയായും കണ്ടിരിക്കുന്ന പ്രേക്ഷകന്റെ ക്ഷമ പരീക്ഷിക്കാൻ തയ്യാറാകാത്ത സിനിമ എന്ന തരത്തിലും പുത്തമ്പണം മമ്മൂട്ടി രഞ്ജിത്ത് കൂട്ടുകെട്ടിന്റെ ശക്തമായ തിരിച്ചുവരവിന് തന്നെയാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസൻ വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്. താങ്ക് യു.